മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് വാഹനാപകടത്തിൽ 5 പേർക്ക് പരിക്ക്. നെടുങ്കണ്ടം മേഖലയിലേക്ക് തൊഴിലാളികളുമായി എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗതയിൽ എത്തിയ വാഹനം വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തുള്ള ഏലത്തോട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു. ഇടുക്കിയിലാണ് ഇത്തരത്തിൽ വാഹന അപകടം ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി നെടുങ്കണ്ടത്തിൽ വാഹന അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. നെടുങ്കണ്ടം മേഖലയിൽ തൊഴിലാളികളുമായി എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അമിത വേഗതയിൽ എത്തിയ വാഹനം വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അതേ തുടർന്ന് സമീപത്തിലെ ഏലത്തോട്ടത്തേക്ക് പതിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇടുക്കിയിലാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി നെടുങ്കണ്ടത്ത് വാഹന അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. നെടുങ്കണ്ടം മേഖലയിലേക്ക് തൊഴിലാളികളുമായി എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അമിത വേഗതയിൽ എത്തിയതാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാനുള്ള പ്രധാന കാരണം. വാഹനം വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തുള്ള ഏലത്തോട്ടത്തിലേക്ക് പതിക്കുകയായിരുന്നു. 5 പേർക്കാണ് വാഹന അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ബി